ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. ഒരുവിധം എല്ലാ ടൈപ്പ് ഡിഷസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ 2 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചതാണ്. ഗ്രീൻ പീസ് ഉണ്ടാക്കുമ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം വെള്ളത്തിൽ. ഇനി ഇതൊന്ന് പ്രഷർ കുക്കറിൽ ഒരു ലോ ഫ്ലെയിമിൽ 5 വിസിൽ വരുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇവിടെ ഇപ്പോൾ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സവാള, ഇത്തിരി വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, അത് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പട്ടാണിക്കറി ചോറ്, ദോശ, ചപ്പാത്തി, ഇഡ്ഡലി എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സവാള ഒരുപാട് വഴണ്ട് വരണ്ട. കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഇപ്പോൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം ഒരുവിധം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടികളെല്ലാം ആഡ് ചെയ്തിട്ട് പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ പൊടികളെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതും 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആവുന്നവരെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഇപ്പോൾ തക്കാളി നന്നായിട്ട് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ആഡ് ചെയ്യാവുന്നതാണ്. ഗ്രീൻ പീസും അതിൻ്റെ കൂടെ ആ വെള്ളവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഈ ഗ്രീൻ പീസിലേക്ക് ഈ മസാലകളെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടൈമിൽ നമുക്ക് ഇതിന് വേണ്ടൊരു തേങ്ങാ പേസ്റ്റ് തയ്യാറാക്കാം. ഇതിനായിട്ട് 1 മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇങ്ങനെ മുറിച്ചെടുത്തുകൊണ്ട് ഒന്ന് ആദ്യം ഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്കാണ് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നത്. പെരുംജീരകം ഇട്ട് കൊടുത്ത ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് ആ ഗ്രീൻ പീസിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഗ്രീൻ പീസ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത തേങ്ങാ പേസ്റ്റും ആവശ്യത്തിന് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യുകയും വേണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.